മന്ത്രി വീണ ജോർജിനെതിരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കരിങ്കൊടി പ്രയോഗത്തിനിടെ ഉണ്ടായി എന്ന് മന്ത്രിയും LDF നേതാക്കളും പറയുന്ന ആക്രമണവും അവർക്കേറ്റ പരിക്കും കഴുത്തിനേറ്റ ചതവും പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഈ സംഭവം നടന്ന ഉടൻ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വനിതാ മന്ത്രിയെ കൂട്ടം ചേർന്ന് ആസൂത്രിതമായി ഹീനമായി ആക്രമിച്ചുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി മുതൽ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള അണികൾ വരെ മാധ്യമപ്രവർത്തകരുടെ ക്യാമറകൾക്ക് മുന്നിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. ചില മാധ്യമ സ്ഥാപനങ്ങളുടെ റിപ്പോർട്ടർമാർ അപ്പോൾ തിരിച്ചു ചോദിച്ചത് മന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായോ എന്നതാണ്. അതായത് ഒരു മന്ത്രിക്ക്, അതും വനിതയായ ഒരു മന്ത്രിക്ക്, പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെയും യുവജന സംഘടനകളുടെയും പ്രതിഷേധത്തിൻ്റെ ഭാഗമായുള്ള കരിങ്കൊടി പ്രദർശനത്തിനിടയിലെ ഉന്തിലും തള്ളിലും അഥവാ ആക്രമണത്തിലും പരിക്കേറ്റ് നിമിഷങ്ങൾക്കകം ആ വിഷയത്തെ സ്ത്രീത്വത്തിനും മന്ത്രിക്കും നേരെയുള്ള ആക്രമണമായി കാണുക എന്നതിന് പകരം അതിലൊരു സുരക്ഷാ വീഴ്ചയുണ്ടായോ എന്ന മറുചോദ്യം ചോദിക്കുന്നതിലൂടെ ചില മാധ്യമങ്ങൾ അവരുടെ അജണ്ട അപ്പോൾ തന്നെ സ്ഥാപിക്കുകയാണോ എന്ന് CPIM ജില്ലാ സെക്രട്ടറി K രാഗേഷ് ചോദിക്കുകയുണ്ടായി ആ സമയം തന്നെ. അതായത് മന്ത്രിക്ക് സുരക്ഷാ വീഴ്ചയുണ്ടായോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യം പ്രധാനമായും ഉയർത്തുന്ന സംശയം എന്ന് പറയുന്നത്, മനഃപൂർവ്വം സുരക്ഷയിൽ ഇളവൊരുക്കി ഇങ്ങനെയൊരു ആക്രമണ വാർത്തയും അതുവഴി പ്രതിഷേധ സാധ്യതയും സഹതാപ തരംഗ സാധ്യതയും CPIM ആസൂത്രണം ചെയ്തിരുന്നുവോ എന്നതാണ്. ഇവിടെ പ്രധാനമായും ഉയരുന്ന ഒരു പ്രശ്നം, ആരോഗ്യമന്ത്രി ഒരു കോൺഗ്രസ്സുകാരിയും എതിർഭാഗത്ത് SFIക്കാരുമായിരുന്നുവെങ്കിൽ മാധ്യമങ്ങൾ ഈ രീതിയിലായിരിക്കുമോ ഈ വാർത്തയെ സമീപിക്കുക എന്നുള്ളതാണ്. വനിതയായ മന്ത്രിക്ക് നേരെ കുട്ടി സഖാക്കളുടെ കയ്യേറ്റം, കയ്യിൽ കയറി പിടിച്ചു, കഴുത്തിൽ ചെങ്കൊടിയുടെ വടികൊണ്ടടിച്ചു എന്നിങ്ങനെയുള്ള വാർത്തകൾ തന്നെ ഉണ്ടാകുമായിരുന്നു എന്നതാണ് അത്. ഇവിടെ പക്ഷേ വാസ്തവത്തിൽ ആ സമയം ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ എന്താണ് മനസ്സിലാവുക എന്ന് ചോദിച്ചാൽ, 3-4 KSU പ്രവർത്തകരും 20-ലധികം അല്ലെങ്കിൽ 30-ലധികം പോലീസുകാർ ഒരു ഭാഗത്ത്, മറുവശത്തേക്ക് ക്യാമറ തിരിയുമ്പോൾ മന്ത്രിയായ വനിത കൂടിയായ തനിക്ക് നേരെ ആക്രോശത്തോടെ ഇരച്ചു വന്ന പുരുഷന്മാരായ KSU പ്രവർത്തകരെ ഒരു വനിത എന്നുള്ള നിലയ്ക്കും മന്ത്രി എന്നുള്ള നിലയ്ക്കും ചോദ്യം ചെയ്യുന്ന മന്ത്രിയെയും മന്ത്രിക്ക് സുരക്ഷയൊരുക്കുന്ന പുരുഷ വനിതാ പോലീസുകാരെയും അതിൻ്റെ ഭാഗമായി പല തലങ്ങളിൽ ഉയരുന്ന അവരുടെ കൈകളെയുമാണ്. തീർച്ചയായും ഈ സംഭവത്തിൻ്റെ എല്ലാ ആംഗിളുകളിലുമുള്ള ക്യാമറ ദൃശ്യങ്ങൾ പൂർണ്ണമായിട്ടും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും പുരുഷന്മാരായ പ്രതിഷേധക്കാരിൽ നിന്ന് കൈക്കും കഴുത്തിനും പരിക്കേറ്റു എന്ന വനിതയായ മന്ത്രിയുടെ വാക്കുകൾക്ക്, പരാതിക്ക് നിയമപരമായ മൂല്യവും പ്രസക്തിയുമുണ്ട്. അത് നിലനിൽക്കുന്നതാണ്. അതിന് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പറഞ്ഞതുപോലെ, ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ പറഞ്ഞതുപോലെ ദൃശ്യങ്ങളുടെ തെളിവ് വേണം എന്ന് പൂർണ്ണമായും പറയാൻ കഴിയുകയില്ല. എല്ലാ കുറ്റകൃത്യങ്ങളെയും ആ രീതിയിൽ ദൃശ്യങ്ങളുടെ തെളിവുകളിലൂടെ സമർത്ഥിച്ചെടുക്കുന്ന ഒരു കാലഘട്ടവുമല്ല ഇത്. ഒരു വനിത തനിക്കെതിരെ ആക്രമണമുണ്ടായി എന്ന് പറയുമ്പോൾ പ്രാഥമികമായിട്ടും അത് പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറുന്നു. പക്ഷേ കരിങ്കൊടി കാണിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയയിൽ നിലവിലെ വ്യവസ്ഥയോടുള്ള, സിസ്റ്റത്തോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ പൗരന്മാർക്കും പ്രതിപക്ഷത്തിനുമുള്ള മൗലികമായിട്ടുള്ള അവകാശമാണ്. കരിങ്കൊടി എന്ന് പറയുന്നത് പ്രതീകാത്മകമായ എതിർപ്പിൻ്റെ ഒരു അടയാളമാണ്. ആർക്ക് നേരെയാണോ അത് ഉയർത്തിക്കാണിക്കുന്നത്, ആർക്ക് നേരെയാണോ അത് വീശിക്കാണിക്കുന്നത്, ആ വ്യക്തി അത് കണ്ടാലും ഇല്ലെങ്കിലും ആ പ്രതിഷേധം അവിടെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. അതാണ് പ്രതീകാത്മകമായ പ്രതിഷേധങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. ഇവിടെ പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് കാലാകാലങ്ങളായിട്ട് കരിങ്കൊടി കാണിക്കുക എന്ന് പറയുന്നത് എന്തോ മ്ലേച്ഛമായ കൃത്യമായി കണക്കാക്കുന്നവരാണ് കാലാകാലങ്ങളായി അധികാരത്തിലിരിക്കുന്നവർ. അതുകൊണ്ട് കരിങ്കൊടി ആരെങ്കിലും കാണിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അവരെ മുന്നേ തന്നെ കണ്ടെത്തി പിൻവലിച്ചില്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മേലാളന്മാരിൽ നിന്ന് ശകാരം ലഭിക്കുന്ന അവസ്ഥയും ഉണ്ട്. മുഖ്യമന്ത്രി കടന്നു പോകുന്ന ഒരു പാതയുടെ അരികിൽ മാന്യമായിട്ട് നിരനിരയായിട്ട് നിന്ന് പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകരോ കക്ഷി രാഷ്ട്രീയത്തിന് അതീതരായിട്ട് പൗരന്മാരോ കരിങ്കൊടി വീശിക്കാണിക്കുന്നു എന്ന് കരുതുക. പോലീസ് അവരെ എതിർക്കുന്നില്ല. തനിക്കെതിരെ കരിങ്കൊടി വീശിയെന്നും അതൊരു പ്രതിഷേധമാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ വാഹനവും കടന്നു പോകുന്നു. കരിങ്കൊടി കാണിച്ചവർ മാന്യമായിട്ട് തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഇങ്ങനെയൊരു മഹത്തായ കേരളം എന്തെങ്കിലും ഉണ്ടാകുമോ? ഇല്ല. കാരണം കരിങ്കൊടി കാണിക്കപ്പെടുക എന്നത് അങ്ങേയറ്റം അപമാനകരമായിട്ട് ഓരോ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കാണുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതൊരു ഭീകരാക്രമണമാണ് എന്നുള്ള മട്ടിൽ പോലീസ് സേനയെ ചുറ്റുപാടും വിന്യസിക്കുന്നു, മുൻപേ തന്നെ വിന്യസിക്കുന്നു. എങ്ങനെയെങ്കിലും കരിങ്കൊടി കാണിച്ചേ മതിയാകൂ എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ പ്രതിഷേധക്കാർ കാറിന് മുന്നിലേക്ക് ചാടി വീഴുന്നു. പോലീസുകാർക്ക് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷാപ്രവർത്തനം നടത്തേണ്ടി വരുന്നു. ഇവിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ തന്നെ ആരോഗ്യത്തെ അപകടത്തിലാക്കുന്ന തരത്തിൽ കരിങ്കൊടി പ്രകടനം അതിൻ്റെ ക്ലൈമാക്സിലേക്കും ആൻറ്റി
ക്ലൈമാക്സിലേക്കും കടന്നു. കഴുത്തിൽ കൈവച്ച് വേദനയിൽ പുളഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയോട് ഫോണിൽ സംസാരിക്കുന്ന വീണ ജോർജിൻ്റെ രംഗങ്ങൾ കൗമാരകാലത്ത് വീണ ജോർജ് യുവജനോത്സവത്തിൽ അവതരിപ്പിച്ച മോണോ ആക്ടിൻ്റെ തുടർച്ചയാണെന്നും അഭിനയ സിംഹമാണ് എന്നും പരിഹസിച്ചുകൊണ്ട് KSUവിൻ്റെ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസിൻ്റെയൊക്കെ പ്രതികരണം വരികയുണ്ടായി. ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ പരിഹാസവാക്കുകളെ യാഥാർത്ഥ്യമാക്കുന്ന രീതിയിൽ ആരോഗ്യമന്ത്രി തന്നെ പരിക്കേറ്റ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാകുന്നു. ഇതെല്ലാം നാടകമാണെന്നും മന്ത്രിയുടെ കൈക്ക് ഇന്ന് ഏറ്റു എന്ന് പറയുന്ന പരിക്ക് 2 ദിവസം മുമ്പ് ഉണ്ടായതാണ് എന്നുമൊക്കെയുള്ള KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിൻ്റെ പരിഹാസവാക്കുകൾ വരുന്നു. കഴുത്തിലെ പരിക്ക് മാറ്റാൻ ആശുപത്രിയിലുള്ള മന്ത്രി ചികിത്സയ്ക്കിടെ കഴുത്തിൽ കത്രിക വെച്ച് മറക്കല്ലേ എന്നുള്ള രീതിയിലുള്ള കഠിനമായിട്ടുള്ള പരിഹാസമാണ് ഈ പരിക്കിൻ്റെയൊക്കെ വാർത്തകൾക്കിടയിൽ KPCC അംഗം റിജിൽ മാക്കുറ്റി നടത്തിയിരിക്കുന്നത്. മറുഭാഗത്ത് മന്ത്രിയെ കൊല്ലാനാണ് ശ്രമിച്ചത് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു. ഒരു ഭാഗത്ത് കനകോലുമാർ ചേർന്ന് കോൺഗ്രസിന് സാമൂഹ്യ മാധ്യമകാലത്തെ പ്രതിച്ഛായ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കെ മറുഭാഗത്ത് 1000 കനകോലുമാർക്ക് മോഹൻലാൽ എന്ന മട്ടിൽ മുഖ്യമന്ത്രിയുമായിട്ടുള്ള അഭിമുഖം വന്നുകൊണ്ടിരിക്കെ ഇനിയും തെരഞ്ഞെടുപ്പ് തീരും വരെ കേരളം ഇതുവരെയും കാണാത്ത രീതിയിലുള്ള അതിവൈകാരികമായിട്ടുള്ള നാടകീയ രംഗങ്ങൾക്ക് സംസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ സാധ്യതയുണ്ട്. വോട്ടുകൾക്ക് വേണ്ടി ചോര വീഴ്ത്താൻ പ്രതിപക്ഷവും ഭരണപക്ഷവും ആട്ടിൻകൂട്ടങ്ങൾക്കിടയിൽ മുട്ടനാടായി ചോര കാത്തു നിൽക്കുന്ന മറ്റ് മുന്നണികളും ശ്രമിക്കാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പിൻവാങ്ങുന്നു. നന്ദി.